ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അണ്ണാച്ചി ചമ്മന്തി. ദോശക്കും ചോറിനും ഒക്കെ കഞ്ഞിക്കൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണ്. തമിഴ്നാട് സ്റ്റൈൽ ചമ്മന്തിയാണ് ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നമുക്കിവിടെ തയ്യാറാക്കാം. വളരെ ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു അണ്ണാച്ചി ചമ്മന്തി നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് മുളക് പൊടി, ഉപ്പ്, 2 സവാള, 1 തക്കാളി, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഈ എണ്ണ ചൂടായ സമയത്ത് നമ്മൾ ഈ സവാള അതിലിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ്, സവാള ഒന്നങ്ങോട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ഇത് കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറൊക്കെ ഒരേറ്റടിക്ക് തിന്നിട്ടോ നമ്മൾ. സവാളയും തക്കാളിയും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് ജസ്റ്റ് പോണ വരെ ഒന്നങ്ങണ്ട് ഇതായി കൊടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സിറ ജാർ എടുത്തിട്ട് നമ്മളെ നമ്മളെ നല്ല ചൂടുള്ള സ്പെഷ്യൽ ചമ്മന്തി, അണ്ണാച്ചി ചമ്മന്തി ചോറിനും ദോശയൊക്കെ അടിപൊളി കേട്ടോ. നമുക്ക് സാമ്പാറും ചട്നി ഇല്ലെങ്കിലും ഇത് കൂട്ടിയൊന്ന് കഴിച്ചാൽ മതി. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കരുത്. ഈ 3 ഇൻഗ്രീഡിയൻസ്, അതായത് സവോള, തക്കാളി, ഉപ്പ്, മുളക് പൊടി, ഈ ഒരു സംഭവം വെച്ചിട്ട് അടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഓക്കെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.